ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ക്ലിപ്പിംഗ്സ് ഈ ക്യാമ്പിൽ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇവിടെ നടന്ന ക്യാമ്പിൽ നിന്ന് ഔദ്യോഗികമായിട്ടുള്ള ഏതെങ്കിലും ഭാരവാഹികൾ, ഇവിടെ മീഡിയ സെല്ലിൻ്റെ ചുമതലയുള്ള ആളുകളുണ്ട്, സംസ്ഥാന കേസ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട വൈസ് പ്രസിഡന്റുമാരുണ്ട്, ജനറൽ സെക്രട്ടറിമാരുണ്ട്, സംഘടനാ ചുമതലയുള്ള ഭാരവാഹികൾ, ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ആരുടെയെങ്കിലും ഭാഗത്തുനിന്ന് ഔദ്യോഗികമായി അത്തരത്തിലുള്ള ഒരു വീഡിയോ ക്ലിപ്പിംഗ്സോ കാര്യങ്ങളോ നിങ്ങൾക്ക് കിട്ടുക? എന്താണ് ഇന്ന് രാവിലെ മുതൽ മാധ്യമങ്ങളിലേക്ക് വരുന്ന വലിയ സംഘർഷമാണ്, വലിയ കൂട്ടത്തല്ലാണ്, വലിയ കലാപമാണ് എന്ന് പറയുമ്പോഴും നിങ്ങളെ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഹാളിലേക്ക് കടന്നു വന്നതാണ്. വ്യത്യസ്തമായിട്ടുള്ള സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന വിദ്യാർത്ഥികൾ അടുക്കും ചിട്ടയോടും കൂടി ഒരു ക്യാമ്പിൻ്റെ സമാപ്തിയിലേക്ക് അടുക്കും ചിട്ടയോടും കൂടി പോകുമ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞു വെച്ചു, ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് ചുവട് വയ്ക്കുമ്പോൾ ഇവിടുത്തെ കേരളത്തിലെ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളാണ് ഞങ്ങളുടെ ആശങ്കകൾ. അല്ലാണ്ട് നിങ്ങളുടെ മാധ്യമ റേറ്റിങ്ങിന് വേണ്ടി അല്ലെങ്കിൽ ചില മാധ്യമങ്ങളുടെ അജണ്ടകൾക്ക് വേണ്ടി ഇവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്ന കൈരളി എന്ന് പറയുന്ന ചാനലിൽ ഉൾപ്പെടെ കാണിക്കുന്ന പല ദൃശ്യങ്ങളും അത് ഏത് ദിവസം ഇവിടെ നടന്നതാണ് അല്ലെങ്കിൽ എന്താണെന്നതിനെ പറ്റി ഒരു പഠനം പോലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു നിജസ്ഥിതി എന്താണെന്ന് പോലും മനസ്സിലാക്കാതെ ആ അജണ്ടകളെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന വിഷയങ്ങളെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളതാണ്. നിങ്ങളെല്ലാം അകത്ത് കയറിയതാണല്ലോ, അച്ചടക്കരഹിതമായിട്ട് ഇവിടെ വിദ്യാർത്ഥികൾ ഇരിക്കുന്ന കാണുന്നുണ്ടോ? അല്ലെങ്കിൽ വളരെ അടുക്കും ചിട്ടയോടും കൂടി നടക്കുന്ന ഒരു ക്യാമ്പിനെ വലിയ ഒരു ലക്ഷ്യത്തോടുകൂടി കഴിഞ്ഞ വർഷം കേരളത്തിലെ ക്യാമ്പസുകളിലേക്ക് നിങ്ങൾ നോക്കുക. SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയെ കേരളത്തിൻ്റെ ക്യാമ്പസ് തിരസ്കരിച്ച ഒരു രംഗം നിങ്ങൾ കണ്ടതാണ്. വർഷങ്ങളായിട്ട് 25, 30, 35 വർഷവും SFI അടക്കി വെച്ചിരിക്കുന്ന ക്യാമ്പസുകളിൽ ഇന്ന് ജനാധിപത്യത്തിൻ്റെ കാറ്റും വെളിച്ചവും കടന്നു ചെന്നിരിക്കുകയാണ്. അവിടെ വിദ്യാർത്ഥികൾ KSUവിനെ സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ പുതിയ അധ്യയന വർഷത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കഴിഞ്ഞ വർഷം ക്യാമ്പസ് ജോഡ് എന്ന് പറയുന്ന ഒരു മികച്ച ഒരു ആശയം, ഒരു യൂണിവേഴ്സിറ്റി തലത്തിലുള്ള ക്യാമ്പുകളും ക്യാമ്പയിനുകളുമായിട്ട് KSU കടന്നു വന്നതിൻ്റെ വിജയം കേരളത്തിലെ ക്യാമ്പസുകളിൽ കണ്ടതാണ്. അത് ഈ വർഷവും ആവർത്തിക്കാൻ പോവുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അതിലുൾപ്പെടെ KSUവും MSF ഉൾപ്പെടെയുള്ള മുന്നണി അവിടെ വിജയിച്ചു കയറുന്നത് നിങ്ങൾ കാണുക. അപ്പോൾ ഇതിലെല്ലാം അരിശം പൂണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക അജണ്ട സൃഷ്ടിക്കുക എന്ന ചില മാധ്യമങ്ങളുടെ അജണ്ടകൾക്ക് നിന്ന് തരാൻ തൽക്കാലം KSUവിനോ KSUവിൻ്റെ സംസ്ഥാന കമ്മിറ്റിക്കോ യാതൊരു താല്പര്യവുമില്ല. അതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാം. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് സൂചിപ്പിച്ചു, 3 ദിവസമായി ഇവിടെ നടക്കുന്ന ക്യാമ്പാണ്. സംസ്ഥാനത്തിൻ്റെ 6 ജില്ലകളിൽ നിന്ന് വന്നിരിക്കുന്ന വിദ്യാർത്ഥി പ്രതിനിധികളാണ് ഇവിടെ വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരു ക്യാമ്പ് നടക്കുമ്പോൾ അവിടെ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളുള്ള അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളുള്ള വ്യത്യസ്തമായ രീതിയിൽ സംവദിക്കുന്ന വിദ്യാർത്ഥികളെല്ലാം ഉണ്ട്. ഇവിടെ യാതൊരു രീതിയിലേക്കുള്ള തർക്കങ്ങൾ ഉണ്ടായില്ല എന്ന രീതിയിലേക്ക് KSU പറയുന്നില്ല. ഇതൊരു ജനാധിപത്യ പ്രസ്ഥാനം എന്ന രീതിയിൽ സ്വാഭാവികമായിട്ട് പല അഭിപ്രായങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും നടത്താനുള്ള സ്വാതന്ത്ര്യം എല്ലാ വിദ്യാർത്ഥികൾക്കുമുണ്ട്. ഇത് 2 or 3 വിദ്യാർത്ഥികൾ ഒരു ക്യാമ്പസുമായിട്ട് ബന്ധപ്പെട്ട അവിടുത്തെ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിലുണ്ടായ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടായ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ ഒരു ചെറിയ തർക്കം, ആ ഒരു തർക്കത്തെ വലിയ പർവ്വതീകരിച്ചുകൊണ്ട് KSUവിൻ്റെ ക്യാമ്പിലെല്ലാണ്ട് വലിയ കലാപം പൊട്ടിപ്പുറപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇത്ര മനോഹരമായിട്ട് ഈ ക്യാമ്പ് ഇവിടെ നടക്കുമോ എന്ന് കേരളീയ പൊതുസമൂഹത്തോടും മാധ്യമങ്ങളോടും ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഈ വന്നിരിക്കുന്ന ഞാൻ അതാണ് ആദ്യം എൻ്റെ മാധ്യമ സമ്മേളനത്തിൻ്റെ ആദ്യമേ ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചത്, ഔദ്യോഗികമായി ഇവിടെ അത്തരത്തിലുള്ള ഒരു വാർത്താ റിലീസോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇതിൻ്റേതാണ് എന്ന് പറയുന്നോ ഇപ്പം നടന്ന വിഷയമാണെന്ന തരത്തിലേക്കുള്ള നിങ്ങളൊരു നിഗമനത്തിലേക്ക് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കുന്നു? ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. അപ്പം അതുകൊണ്ട് ഒരു പൊടിപ്പും തൊങ്ങലും അല്പം ലഭിച്ചിട്ട് അതിനെ പർവ്വതീകരിച്ചുകൊണ്ട് കേരളത്തിലെ KSUവിൻ്റെ തേരോട്ടത്തെ തടയിടാൻ ഒരു മാധ്യമ അജണ്ടകൾക്കും നിന്ന് തരാൻ KSU തയ്യാറല്ല. ഞങ്ങൾ ഈ ക്യാമ്പ് ഇവിടെ കഴിയുമ്പോൾ ഞങ്ങൾ അടുത്ത സമര പ്രഖ്യാപനവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്, അടുത്ത ക്യാമ്പുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. വളരെ മൈന്യൂട്ടായിട്ടുള്ള രീതിയിലോട്ടുള്ള അച്ചടക്കത്തിൻ്റെ ഒരു വിഷയം സൂചിപ്പിച്ചു. അതിന് കൃത്യമായ രീതിയിൽ സംഘടനാ നടപടി, ആ വിഷയം ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഒരു ചെറിയ തർക്കമുണ്ടാകുന്ന ആ ഒരു ഘട്ടത്തിൽ സംസ്ഥാന ഭാരവാഹികൾ, ഞാൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, എൻ്റെ ചുറ്റുമിരിക്കുന്ന നേതാക്കന്മാരെല്ലാം ആ വിഷയത്തിൽ കൃത്യമായി ഇടപെടലുകൾ നടത്തി ആ വിഷയങ്ങളെ അവിടെ പരിഹരിച്ച് മുന്നോട്ട് പോയതാണ്. അല്ല, നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി എന്നാണ് എൻ്റെ ചോദ്യം. അത് നിങ്ങൾ പരിശോധിക്കുക അത് എവിടെ നിന്ന് കിട്ടി, അത് ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ. നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും അതേപോലെ തന്നെ മറുപടി പറയാനുള്ള തൽക്കാലം KSU ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ അന്വേഷിക്കുക. ദാറ്റ് ഈസ് മൈ പോയിന്റ്. ഏതാണ് ദൃശ്യം? ഞാൻ ഇതുവരെ അത്തരത്തിലുള്ള ഒരു ദൃശ്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അത് ഇവിടെ നടന്ന ദൃശ്യങ്ങളാണോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. നിങ്ങളുടെ അജണ്ടകൾക്ക് അനുസരിച്ച് അതിനെല്ലാം മറുപടി പറയാനും അതിനെല്ലാം കഥകൾ മെനയാനും അത്തരത്തിലേക്കൊന്നും തൽക്കാലം KSUവിന് താല്പര്യമില്ല എന്ന് മാത്രം പറയുകയാണ്.